المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ പുതിയൊരു കിതാബ് പഠിക്കാൻ ആരംഭിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥമാണ് വായിച്ചു തുടങ്ങുന്നത്. ഇത് വായിക്കുന്നതിന് വലിയ പ്രസക്തിയുണ്ട്, പ്രത്യേകിച്ചും ഈ കാലത്ത്. എന്തുകൊണ്ട് ഈ ഗ്രന്ഥം വായിക്കണം എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസി നിരന്തരം വായിച്ചുകൊണ്ടിരിക്കേണ്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം. അതേപോലെ തന്നെ ഹദീസുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ. അതേപോലെ തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, ആധുനികരായ പണ്ഡിതന്മാർ വളരെയധികം പ്രാധാന്യം കൊടുത്ത, നിരന്തരം വായിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന, അവർ നിരന്തരം വായിച്ചുകൊണ്ടിരുന്ന, ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞിരിക്കുന്ന പല അഹ്ലുസുന്നയുടെ ഉലമാക്കളും കിബാറുകളായ ഉലമാക്കളും അവർ നിരന്തരം കിതാബു തൗഹീദ് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ്. ഒരാൾ ഒരു പ്രാവശ്യം വായിച്ചാൽ വീണ്ടും വായിക്കുക, അത് കഴിഞ്ഞാൽ വീണ്ടും വായിക്കുക. വലിയവരും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും എല്ലാവരും നിരന്തരം വായിച്ചുകൊണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. ഇത് വ്യക്തിപരമായി വായിക്കണം, വീടുകളിൽ വായിച്ചുകൊണ്ടിരിക്കണം, മസ്ജിദുകളിൽ വായിച്ചുകൊണ്ടിരിക്കണം. എവിടെയെല്ലാം നമുക്ക് ഇത് എത്തിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം വായിക്കുകയും എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തൗഹീദി ദഅവത്തുമായി രംഗത്ത് വരുമ്പോൾ ആദ്യമായി രചിക്കുന്ന ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിലാണ് അത് എഴുതിയത്. ഇത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം നമുക്കറിയാം. ഇത് എഴുതാനുണ്ടായ കാരണം, സമൂഹത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ദൗത്യവുമായാണോ രംഗപ്രവേശനം ചെയ്തത്, തൗഹീദ് ജനങ്ങളെ പഠിപ്പിക്കുക, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, ശിർക്ക് സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ട തൗഹീദിൽ വലിയ രീതിയിൽ സമൂഹം അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ എന്താണോ തൗഹീദായിട്ട് പഠിപ്പിക്കപ്പെട്ടിരുന്നത്, അള്ളാഹു മാത്രമാണ് റബ്ബെന്നും സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനും അള്ളാഹു മാത്രമാണ്, ഇത് തൗഹീദ് റുബൂബിയ്യയാണ്, നമുക്ക് റിസ്ക് നൽകുന്നവൻ, നമ്മെ ജീവിപ്പിക്കുന്നവൻ, നമ്മെ മരിപ്പിക്കുന്നവൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ, ഇത് അള്ളാഹു മാത്രമാണ്.
ഇത് മക്കാ മുശ്രിക്കീങ്ങൾക്ക് വരെയും സുപരിചിതമായ കാര്യമായിരുന്നു. അവരോട് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു, സമ്മതിക്കുമായിരുന്നു എന്നാണ്, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ്. പക്ഷെ അതിൽ വരെയും പലപ്പോഴും നമ്മുടെ നാടുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ വ്യതിചലിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ലോകം നിയന്ത്രിക്കുന്നത് പല ശേഖന്മാരാണ്, പല വലിയകളാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തൗഹീദുർ റുബൂബിയ്യത്തിൽ വ്യതിചലിക്കുന്നു. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് പഠിപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, സിഫാത്തുകൾ, അസ്മാകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് നൽകിയിരിക്കുന്ന പഠിപ്പിച്ചിരിക്കുന്ന നാമങ്ങൾ, നമുക്ക് പഠിപ്പിച്ചു നൽകിയ നാമങ്ങൾ, വിശേഷണങ്ങൾ, ഇത് പലപ്പോഴും നമ്മുടെ നാടുകളിൽ നിഷേധിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിനെ വകവെച്ചു കൊടുക്കേണ്ട അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ആളുകളെമ്പാടും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമ്പായ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക. റബ്ബ് അള്ളാഹു മാത്രമാണ്, സൃഷ്ടാവും ഉടമസ്ഥനും പരിപാലകനും അള്ളാഹു മാത്രമാണ്. അതിനാൽ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. ഇതാണ് എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അകക്കാമ്പതാണ്. അതിലേക്കാണ് അവർ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇബാദാത്തുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും സൃഷ്ടികളിലേക്ക് അർപ്പിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റും വളരെ വ്യാപകമായി വർദ്ധിച്ചു വരുന്നുണ്ട്. മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകളിൽ വരെയും പ്രത്യക്ഷമായി തന്നെ വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന, എന്നിട്ടത് നബി സ്നേഹമാണെന്ന് പഠിപ്പിക്കുന്ന, നബിയോടുള്ള ബഹുമാനാർത്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് മീലാദുൻ നബി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഒരു സ്ഥലത്ത് വിഗ്രഹങ്ങളെ, പച്ചയായ വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അതിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ രീതിയിൽ തനിച്ച ഷിർക്കിലേക്ക് ആളുകളെ വ്യാപകമായി ആസൂത്രണമായി വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വളരെ വ്യാപകമായി വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കിതാബു തൗഹീദ് വളരെ പ്രസക്തമാണ്, നിരന്തരം വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. എവിടെയാണോ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്, അവിടെ അതിന്റെ പ്രതിഫലനങ്ങൾ കാണാൻ സാധിക്കും. എവിടെയാണോ ദുർബലതകൾ തൗഹീദിൽ വരുന്നത്, അവിടെ അതിന്റെ പ്രയാസങ്ങളും കാണാൻ സാധിക്കും. എന്തിനാണ് തൗഹീദ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ധാരാളം കാരണങ്ങളുണ്ട്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. തൗഹീദ് പഠിക്കാനും അതേപോലെ തന്നെ അത് ആചരിക്കാനും അത് പ്രാവർത്തികമാക്കാനും. ഇതിനാണ് അള്ളാഹു പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത്, വേറൊന്നിനുമല്ല. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതേപോലെ തന്നെ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, അള്ളാഹു വഹി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. നിങ്ങൾ അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെ സംബന്ധിച്ച്, അവന്റെ അസ്മാകളെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കാനാണ്, നിങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പോ തൗഹീദിനെ കുറിച്ച് പഠിക്കാനും അറിയാനും അത് പ്രാവർത്തികമാക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തൗഹീദ് പഠിച്ചേ തീരൂ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, തൗഹീദ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ തൗഹീദ് വേണം. തൗഹീദ് ഇല്ലാതെ ഒരു മനുഷ്യൻ ചെയ്യുന്ന എത്ര വലിയ ഇബാദത്തുകളും എത്ര വലിയ കർമ്മങ്ങളും അത് നിഷ്ഫലമാണ്. അത് ഫലശൂന്യമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, പാപ്പരായി തീരും. അവൻ ചിലപ്പോൾ ധാരാളം സമ്പത്ത് ചെലവഴിച്ച് ചെയ്ത ഇബാദത്തുകളായിരിക്കാം, ധാരാളം സമയം അതിന്റെ പിന്നിൽ ചെലവഴിച്ച് കാണും, വലിയ അധ്വാനം ഉണ്ടായി കാണും ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ തൗഹീദ് ഇല്ലാതെയാണ് ഒരാൾ അമൽ ചെയ്യുന്നത്, അത് നിഷ്ഫലമാണ്. ഫലശൂന്യമായി കൊണ്ട് നരകത്തിലേക്ക് ഒലിച്ചെറിയപ്പെടുന്ന, ഖേദിക്കേണ്ട ഒരു അവസ്ഥ ഒരു മനുഷ്യന് വരും. അതുകൊണ്ട് തൗഹീദ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. മുവഹിദല്ലാതെ അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ ലോകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മുവഹിദിന് മാത്രമേ, തൗഹീദ് ഉള്ളവന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത തൗഹീദിൽ നിന്ന് അകലം പാലിച്ചാൽ, ശിർക്ക് ചെയ്താൽ, കുഫറിൽ അകപ്പെട്ടാൽ കാലാകാലം ഒരാൾ നരകത്തിന്റെ അവകാശിയായി തീരും എന്നുള്ളതിനാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്,
തൗഹീദ് പഠിക്കേണ്ടതുണ്ട്. നാം ചെയ്യുന്ന പാപങ്ങൾ മനുഷ്യരെന്നുള്ള നിലയിൽ പ്രകൃത്യ പാപങ്ങൾ സംഭവിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരെല്ലാം പാപങ്ങൾ ചെയ്യുന്നവരാണ്, അവരിൽ ഏറ്റവും ഉത്തമർ തൗബ ചെയ്യുന്നവരാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാപങ്ങൾ സംഭവിക്കും. പാപങ്ങൾ മായ്ച്ചു കളയാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? തൗഹീദ് എന്നുള്ള. ശേഷം കിതാബ് തൗഹീദിന്റെ ശ്രേഷ്ഠതകൾ പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് വിവരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ, സ്വസ്ഥത ലഭിക്കണമെങ്കിൽ, ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ തൗഹീദ് വളരെ പ്രധാനമാണ്. പ്രതിസന്ധികൾ മാറിക്കിട്ടണമെങ്കിൽ തൗഹീദ് പ്രധാനമാണ്. അതുകൊണ്ടാണ് അംബിയ മുർസലീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് പല നബിമാരെ മുർസലീങ്ങളെ നിയോഗിക്കുകയുണ്ടായി. അവരെല്ലാം ആ സമൂഹത്തിൽ പോയി ഒന്നാമതായിട്ട് ജനങ്ങളോട് പറയുന്നത്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹുമില്ല എന്നാണ് ഏത് നബിയും പോയി പറയുക. ആ സമൂഹത്തിൽ ചിലപ്പോ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളായിരിക്കാം ഉണ്ടാകുന്നത്, അത് പഠിപ്പിക്കാനായിരിക്കും നബി വരുന്നത്. പക്ഷെ ഒന്നാമതായിട്ട് എന്ത് പറയും? നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. ലൈംഗിക അരാജകത്വം നിലനിൽക്കുന്ന സമൂഹത്തിലേക്കായിരിക്കാം ഒരു പക്ഷെ വരുന്നത്. പക്ഷെ ഒന്നാമതായി പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, തഖ്വ പാലിച്ചുകൊണ്ട് തൗഹീദ് മുറുകെ പിടിക്കണം. ധൂർത്തും അതേപോലെ തന്നെ ആഡംബരവും കൊണ്ട് മതിമറന്ന് ജീവിക്കുന്ന സമൂഹത്തിലേക്കായിരിക്കാം ചിലപ്പോൾ നബിമാർ വരുന്നത്. അവരും പറയുന്നത് തന്നെയാണ്, അള്ളാഹുവിന് മാത്രമായിരിക്കണം നിങ്ങളുടെ ഇബാദത്ത്. ഇതാണ് തൗഹീദിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു പ്രശ്നം സമൂഹത്തിലുണ്ട്, ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? തൗഹീദാണ് ഒന്നാമത്തെ പരിഹാരം. തൗഹീദ് ഇല്ലാതെ ഒരാളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, സാമ്പത്തിക മേഖലകളിലാകട്ടെ, രാഷ്ട്രീയ മേഖലകളിലാകട്ടെ പരിഹാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നുണ്ട് ബനു ഇസ്രായേലുകളിലേക്ക്. ബനു ഇസ്രായേലുകളിൽ ധാരാളം അമ്പിയാക്കൾ വന്നതാണ്. യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൽ ഭരണം ആരംഭിച്ചു. യാക്കൂബ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം അവിടെ നല്ലൊരു അന്തരീക്ഷം വാർത്തെടുത്തിട്ടാണ് പോയത്. ശേഷം എന്ത് ചെയ്തു? ബനു ഇസ്രായേലികൾ അവരുടെ ദൗത്യം മറക്കുകയും തൗഹീദ് വ്യതിചലിക്കുകയും അള്ളാഹുവോടുള്ള കടപ്പാടുകൾ വിടുകയും ചെയ്തപ്പോ ശത്രുക്കൾ എന്ത് ചെയ്തു? അധികാരത്തിൽ കൊണ്ടുവന്നു അള്ളാഹു. ഫിർഔൻ അതിശക്തമായി അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം കാണുന്നത് അറവുശാലകളിൽ എങ്ങനെയാണോ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത്, അതേപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ചെയ്യുമായിരുന്നു. 100 കണക്കിന് കുഞ്ഞുങ്ങളെ നിരേന കൊന്നൊടുക്കുമായിരുന്നു. വലിയ രീതിയിൽ പീഡിപ്പിക്കുമായിരുന്നു. പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണവർ. മൂസ അലൈഹിസ്സലാമെ അങ്ങോട്ട് നിയോഗിക്കുകയാണ്. മദിയനിൽ നിന്ന് ആദ്യം എന്ത് ചെയ്തു? അവരെ പ്രതിരോധിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി മൂസ അലൈഹിസ്സലാം. ഒരിക്കൽ മാർക്കറ്റിലൂടെ നടക്കുമ്പോ ബനു ഇസ്രായേലിയായ ഒരു മനുഷ്യനെ വേറെ ആൾ ഉപദ്രവിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം പ്രതിരോധിച്ചു, അയാൾ മരിച്ചുപോയി. അടുത്ത ദിവസം വീണ്ടും മൂസ അലൈഹിസ്സലാം അതിന് സന്നദ്ധനായി. പക്ഷെ എന്ത് ചെയ്തു? അവിടുന്ന് ശത്രുക്കൾ അദ്ദേഹത്തെ പിടികൂടാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. മൂസ അലൈഹിസ്സലാം രക്ഷപ്പെട്ടുപോയി. അത് ശരിയായ മാർഗമല്ല എന്ന് മൂസ അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, തൗബ ചെയ്തു മടങ്ങി എന്ന് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മദീനയിലേക്ക് പോയി അവിടെ കുറച്ചു കാലങ്ങൾ താമസിച്ചു. തിരികെ വരികയാണ് മൂസ അലൈഹിസ്സലാം. തിരികെ വരുമ്പോ തൂർ പർവ്വതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാവുകയാണ്. മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ്. തെരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്, വഅനഖ്തർതുക്, താങ്കളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നബിയായിക്കൊണ്ട്, റസൂലായിക്കൊണ്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ബനു ഇസ്രായേലികളുടെ മോചനത്തിന് വേണ്ടി, അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ് മൂസ അലൈഹി ഇസ്ലാമിനെ. അതുകൊണ്ട് ഫസ്തമി അലിമാ യൂഹാ, താങ്കളിലേക്ക് നൽകപ്പെടുന്ന വഹയിനെ ശ്രദ്ധിച്ച് സസൂക്ഷ്മം താങ്കൾ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് എന്താണ്? വലിയൊരു സൈന്യത്തെ സംഘടിപ്പിച്ച് ഫറോയോട്ട് ഏറ്റുമുട്ടണം എന്നല്ല പറയണത്. പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും സമരങ്ങൾ ചെയ്യണം എന്നല്ല പറയണത്. ആദ്യമായി പറയണത് ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, ഞാനാകുന്നു അല്ലാഹ്,
ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് മറ്റാരും തന്നെയില്ല. അതുകൊണ്ട് എനിക്ക് മാത്രമായിരിക്കണം ഈ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇതാണ് ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏത് സമൂഹത്തിൽ എന്തെന്ത് പ്രശ്നങ്ങളുണ്ടോ അതിന് ഒന്നാമത്തെ പരിഹാരം ഇതാണ്. ഇബാദത്ത് അള്ളാഹുവിനാക്കി തീർക്കുക, തൗഹീദ് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോ തൗഹീദ് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പലപ്പോഴും കളിയാക്കും, പരിഹസിക്കും. എന്തിനാണ് നിങ്ങൾ തൗഹീദ് മാത്രം പറയുന്നത്? നിങ്ങൾക്ക് ഈ തൗഹീദും സുന്നത്തും ബിദ്അത്തും അല്ലാതെ വേറെ ഒന്നുമില്ലേ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഇത് വളരെ അപകടം നിറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ്. മുസ്ലിമീങ്ങൾ ഇതാ വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വലിയ ഭീഷണികൾ നേരിടുന്നു, അവരുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. നാട്ടിൽ നാട്ടിപ്പായിക്കാൻ പോവുകയാണ്, പൗരത്വം നിഷേധിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഈ തൗഹീദും സുന്നത്തും പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാം. നമ്മുടെ ചുറ്റിലുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ, നമ്മൾ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകും. പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്: നിങ്ങൾ ഏതേത് പ്രശ്നങ്ങളെയാണോ അഭിമുഖീകരിക്കുന്നത് അത് യഥാവിധ പരിഹാരം കാണുക എന്നുള്ളത് തൗഹീദിലൂടെയാണ്. തൗഹീദില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തൗഹീദ് പഠിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ അനിവാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ഗ്രന്ഥം രചിക്കുമ്പോൾ ആ നാട്ടിലുള്ള അവസ്ഥ ഇതാണ്. പ്രത്യേകിച്ചും നജിദ് കേന്ദ്രമായി കൊണ്ട് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഖബറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം ദർഗകൾ, ജാറങ്ങൾ, അവിടെ പോയി എന്ത് ചെയ്യുന്നു, ഖബറുകളെ തവാഫ് ചെയ്യുന്നു, അതിനെ തൊട്ടുമുത്തുന്നു, അതേപോലെ തന്നെ അവിടെ ബർക്കത്തിന് തേടുന്നു, അവിടെ ഇസ്തിഗാസകൾ അർപ്പിക്കുന്നു, അവരോട് നേർച്ചകൾ ചെയ്യുന്നു. ഇങ്ങനെ ഒരു സമൂഹമാണ് അവിടെ കണ്ടുവരുന്നത്. തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സമൂഹത്തെ കണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ആദ്യമായി രചിക്കുന്ന ഗ്രന്ഥം ഏതാണ്? കിതാബ് തൗഹീദാണ്. ഇത് ലോകത്തുണ്ടാക്കിയ മാറ്റം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദഅവത്തിന് നൽകിയിരിക്കുന്ന സ്വീകാര്യത നമുക്കറിയാം. കിഴക്കും പടിഞ്ഞാറും ലോകത്ത് മുഴുവനും എന്ത് ചെയ്തു, അത് വ്യാപിച്ചു. വലിയ സുശക്തമായ സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുന്നിൽ തുറന്നു കൊടുത്തു. ഇത് തൗഹീദിന്റെ പ്രാധാന്യമാണ്, അതിന് അള്ളാഹു കൊടുക്കുന്ന വിലയാണ്. അതുകൊണ്ട് എവിടെയാണോ ഇത് ശക്തിപ്പെടുന്നത് അവിടെ സമാധാനം ഉണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും, അവിടെ അഭിവൃദ്ധി ഉണ്ടാകും. എവിടെയാണോ അത് ദുർബലപ്പെടുന്നത് അവിടെ നിന്നുണ്ടാകും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും കലുഷിതമായി കൊണ്ടിരിക്കും. അതുകൊണ്ട് കിതാബ് തൗഹീദ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഈ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതിന്റെ രചയിതാവ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ഒന്ന് സൂചിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തോടുള്ള മര്യാദയുടെ ഭാഗമാണ്. ആ കിതാബ് നമ്മൾ ആരംഭിക്കുമ്പോൾ ഏത് കിതാബാകട്ടെ അതാരാണ് രചിച്ചത് അവരെ സംബന്ധിച്ച് അറിയുക, മനസ്സിലാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് എന്താണ്, വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ചെയ്തിരുന്ന കാര്യമാണ്. ഇപ്പോ ഇന്നലെ നമ്മൾ കേട്ട വാർത്ത വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. സൗദി അറേബ്യയിലെ അവിടുത്തെ മുഫ്തി അൽ ആം ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് എന്ത് ചെയ്തിരിക്കുന്നു, വഫാത്തായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, അദ്ദേഹം ധാരാളം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അറഫയിൽ ഏറ്റവും അധികം പ്രഭാഷണം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. മുൻകഴിഞ്ഞിരിക്കുന്ന ധാരാളം ഉലമാക്കൾ, ദീനിനു വേണ്ടി സേവനമനുഷ്ഠിച്ച ധാരാളം ഉലമാക്കൾ, അവർ ദീനി സേവന രംഗത്ത് ഹജ്ജ് ചെയ്യാൻ സാധിക്കാതെ മരണപ്പെട്ട ധാരാളം ഉലമാക്കളുണ്ട്. അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം ഹജ്ജുകൾ നിർവഹിച്ചതായി ഓരോ ആളുകളുടെ പേരെടുത്ത് പറയുന്നത് കാണാം. ഇബ്നു റജബുൽ ഹംബലിക്ക് വേണ്ടി, ഇമാം നവവിക്ക് വേണ്ടി, ഇബ്നു മുൻദിറിന് വേണ്ടി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉലമാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉലമാക്കളോട് നമുക്ക് എന്തുണ്ട്, ഒരു കടപ്പാടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ജീവിതം പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നമ്മുടെ മേല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കളെ കുറിച്ച് മനസ്സിലാക്കുക. ആധുനികനായ പണ്ഡിതനാണെങ്കിലും ഷെയ്ഖിന്റെ ജീവിതത്തെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ വലിയ പാഠങ്ങൾ നമുക്കുണ്ട്. അദ്ദേഹം 3 ദിവസത്തിൽ എന്ത് ചെയ്യുമായിരുന്നു, ഖുർആൻ ഖത്ം തീർക്കുമായിരുന്നു. കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. 3 ദിവസത്തിൽ അദ്ദേഹം ഖത്ം തീർക്കുമായിരുന്നു. ധാരാളക്കണക്കിന് നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഉലമാക്കൾ നമ്മുടെ ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ മരണം എന്ന് പറയുന്നത് വലിയ എന്താണ്, നികത്താനാകാത്ത ദ്വാരങ്ങളാണ്, വിടവുകളാണ്.
അതുകൊണ്ട് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരാവുക, അത് പ്രചരിപ്പിക്കുക, അതിന് സഹായിക്കുക, ഇതെല്ലാം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ധാരാളം സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും തുടർന്നും ഇക്കാലം അത്രയും ധാരാളം ആക്രമിക്കപ്പെടുന്ന വ്യക്തിയാണ്. വ്യത്യസ്തങ്ങളായ ആക്ഷേപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാലത്തും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാടുകളിൽ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെയും ഒരു രാജ്യത്ത് അദ്ദേഹത്തെ കിതാബ് തൗഹീദ് എന്ത് ചെയ്തിരിക്കുന്നു, നിരോധിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ലൈബ്രറികളിൽ, മസ്ജിദുകളിൽ കിതാബ് തൗഹീദ് പാടില്ല. അഫ്ഗാനിസ്ഥാനിൽ നിരോധിച്ചിരിക്കുകയാണ് കിതാബ് തൗഹീദ്. അപ്പോൾ ശത്രുക്കൾ ഇതിനെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്നുണ്ട്. തൗഹീദ് പറയുന്നതിനെയും പ്രചരിപ്പിക്കുന്നതിനെയും ഭയപ്പെടുന്നുണ്ട്. അഹ്ലുസ് സുന്ന എന്ത് ചെയ്യണം, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്, അതിനെ ഏറ്റെടുക്കുക എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത് നാം എന്ത് ചെയ്യുക, നമ്മുടെ ദൗത്യമായിട്ട് സ്വീകരിക്കുക. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അബ്ദുൽ വഹാബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ്. പിതാവ് ഖാളിയായിരുന്നു, ആലിമാണ്, മുഫ്തിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സുലൈമാൻ ഇബ്ൻ അലി, അലിയുടെ മകനാണ് സുലൈമാൻ. തമീമി, തമീമി ഗോത്രമാണ്. ഹംബലി മദ്ഹബ് ആണ് അദ്ദേഹം കർമ്മശാസ്ത്രത്തിൽ സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം ജനിക്കുന്നത് സൗദി അറേബ്യയിൽ അൽ ഉയൈന എന്ന സ്ഥലത്താണ്. റിയാദിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയായി നിലകൊള്ളുന്ന ഉയൈനയിലാണ് 1115 ഹിജ്റ വർഷത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1111 അഭിപ്രായമുണ്ട്. എന്നാൽ പല ഉലമാക്കളും, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയെ പോലുള്ളവര് പറയുന്ന 1115 എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം എന്നാണ്. ചെറുപ്രായത്തിലെ പിതാവ് ആലിമാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിൽ നിന്ന് ചെയ്തു വിജ്ഞാനങ്ങൾ നുകരാൻ ആരംഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ വലിയൊരു ഫദ്ലാണ്, തൗഫീഖാണ്. നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, നല്ല ഇൽമു പഠിക്കാനുള്ളതായ ആവേശമുണ്ടായിരുന്നു. 10 വയസ്സെത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, പരിശുദ്ധ ഖുർആൻ അദ്ദേഹം ഹൃദ്യസ്ഥമാക്കി, മനഃപ്പാഠമാക്കുകയുണ്ടായി. അങ്ങനെ പ്രായപൂർത്തിയെത്തിയ സമയത്ത് ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ടു. ഹജ്ജിന് പുറപ്പെട്ട അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു ചരിത്രമുണ്ട്. ഹജ്ജിന്റെ വേളയിൽ തവാഫിനിടയിൽ ഷേഖ് അവർകൾ മുൽത്തസമിൽ നിലകൊള്ളുകയുണ്ട്. മുൽത്തസം എന്ന് പറയുന്നത് കഅബയുടെ വാതിലിനും ഹജറുൽ അസ്വദിനും ഇടയിലുള്ളതായ സ്ഥലമാണ്. അവിടെ ദുആക്കുത്തരമുണ്ട് എന്ന് സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ട് അസറുകളിൽ കാണാൻ സാധിക്കും. സ്വഹാബികളും സലഫുകളെല്ലാം ആ സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. അവിടെ നെഞ്ച് ചേർത്ത് വയ്ക്കും, കൈകൾ ചേർത്ത് വയ്ക്കും, കവിള് ചേർത്ത് വയ്ക്കും, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതിന് ഉത്തരമുണ്ട് എന്ന് സ്വഹാബികളിൽ നിന്നും സലഫുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഷേഖ് അവറുകൾ ഹജ്ജ് വേളയിൽ മുൽത്തസിമിൽ പോയിക്കൊണ്ട് പ്രാർത്ഥിച്ചുവെന്നാണ് പറയുന്നത്. പ്രാർത്ഥിച്ചത് പ്രകാരമാണ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം, അതിനെ ഷേഖ് മുഖേന ദഅവത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് വേണം, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുവെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എത്ര വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി ലോകത്ത് മുഴുവൻ എന്ത് ചെയ്തു, തൗഹീദിന്റെ ശബ്ദങ്ങൾ വ്യാപിക്കുകയുണ്ടായി. അറബികളിലും അനറബികളിലും വിദേശ നാടുകളിലും പശ്ചാത്തലത്തിലും എല്ലാം തന്നെ എന്ത് ചെയ്തു, അതിന്റെ പ്രതിഫലനം ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ദുആഇന് വലിയ പ്രാധാന്യമുണ്ട്, അത് വലിയൊരു ആയുധമാണ്. ഷേഖ് അവറുകൾ സമൂഹത്തിൽ നടക്കുന്ന അധാർമികതകൾ അല്ലെങ്കിൽ ശിർക്കൻ ബിദ്അഈ വിശ്വാസങ്ങളും നടപടിക്രമങ്ങളും അതിൽ മനം നൊന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതിലേക്ക് ജനങ്ങളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥനയ്ക്ക് നൽകപ്പെട്ട ഉത്തരമാണ് എന്ത്, തൗഹീദിന്റെ വ്യാപനത്തിന് അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കാരണമാക്കി എന്നുള്ളത്. അങ്ങനെ ഹജ്ജിന് ശേഷം മക്കയിൽ കുറച്ച് മാസങ്ങളോളം അദ്ദേഹം ജീവിച്ചു. അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു പഠിച്ചു. ശേഷം മദീനയിൽ പോയി. മദീനയിലും വ്യത്യസ്ത പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസും അതേപോലെ തന്നെ അഖീദയും മറ്റുള്ള ശറഈയായ ഇൽമുകളും കരഗതമാക്കി. അവിടെ പ്രസിദ്ധനായ അദ്ദേഹത്തിന്റെ ഷേഖായിരുന്നു മുഹമ്മദ് ഹയാത്തു സിന്ദി റഹിമഹുല്ലാ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ആളാണ്. ഹക്ക് മനസ്സിലാക്കാനും അതിനെ മുറുകെ പിടിക്കാനും വലിയ സ്വാധീനം അദ്ദേഹത്തിൽ നിന്നുണ്ടായെന്നാണ്. ഒരിക്കൽ ഷേഖ് അവറുകൾ ഷെയ്ഖിനോട് ചോദിച്ചു അത്രേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരുടെ ഖബറുകളിൽ
ആളുകൾ വന്ന് തൊട്ടുമുത്തുകയും അവിടെ ഇസ്തിഗാസകൾ അർപ്പിക്കുകയും അവിടെ തവാഫ് ചെയ്യുകയും എല്ലാം ചെയ്യുമ്പോൾ ചോദിച്ചു, എന്താണ് ഈ ആളുകളെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം? അന്ന് ഈ ഉസ്താദ് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അവര് നിലകൊള്ളുന്നത് നശിപ്പിക്കപ്പെടാനുള്ളതാണ്, നശിച്ചു പോകാനുള്ളതാണ്. ഇവര് ചെയ്യുന്ന ഈ പ്രവർത്തികൾ അത് ബാത്തിലാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്നുള്ളതായ അധ്യാപനങ്ങൾ ഷെയ്ഖിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ്. ശേഷം ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ഇറാഖിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അവിടെ ബസ്രയിലാണ് അദ്ദേഹം ആദ്യമായി ചെല്ലുന്നത്. ബസ്രയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദുൽ മജ്മുഈ റഹിമഹുല്ലയാണ്. മുഹമ്മദുൽ മജ്മുഈ റഹിമഹുല്ലയും വലിയ രീതിയിൽ ഷെയ്ഖ് അവറുകൾ സ്വാധീനം ചെലുത്തിയ ആളാണ്. അവിടെ വച്ച് തൗഹീദി പ്രബോധനത്തിന് ആരംഭം കുറിച്ചു. ചില ഉലമാക്കൾ പറയുന്നത് കിതാബു തൗഹീദിന്റെ രചന ആരംഭിച്ചത് അവിടെ നിന്നാണെന്നാണ്. കിതാബു തൗഹീദ് രചിച്ചത് അവിടെ വച്ചാണെന്ന് പറയുന്നവരുണ്ട്. അതല്ല, തിരികെ റിയാദുൽ വന്നതിന് ശേഷമാണെന്ന് പറയുന്നവരുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് ആരംഭിച്ചത് അവിടെ നിന്നാണ്, ബസ്രയിൽ നിന്നാണ്. അതിന്റെ പൂർത്തീകരണം നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിലും ബസ്രയിൽ നിന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? തൗഹീദി ദഅവത്തിന്റെ പ്രാരംഭം കുറിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ശത്രുക്കൾ എന്ത് ചെയ്തു? ഉണ്ടാവുകയുണ്ടായി. ശത്രുക്കൾ വല്ലാതെ അദ്ദേഹത്തെ കടന്നാക്രമിച്ചു. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിൽ ഷെയ്ഖ് അവറുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും പറയുന്നില്ല. ഇത് പരിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ, ഹദീസുകൾ, സലഫു സ്വാലിഹീങ്ങളുടെ ഉദ്ധരണികൾ, അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ ചില വാക്യങ്ങൾ, ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ചില ഹെഡിങ്ങുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഖ് അവറുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ ഓരോ അധ്യായത്തിന്റെ ചുവടയും ചില മസാലകൾ, അതുമായി ബന്ധപ്പെട്ട ചില ഫായിദകൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? അള്ളാഹുവിന്റെ വാക്യങ്ങളാണ്, ഹദീസുകളാണ്, അഹ്ലുസുന്നയുടെ പ്രാമാണികരായ ഉലമാക്കളുടെ വാക്യങ്ങളാണുള്ളൂ. അദ്ദേഹത്തിൻ്റെതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരെ ചീത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, ജൂത നിർമ്മിതിയാണ് എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കിതാബു തൗഹീദിൽ എന്തില്ല? ഈ പറയുന്ന ഒന്നുമില്ല. അത് അള്ളാഹുവിന്റെ വാക്യങ്ങളേ ഉള്ളൂ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നത്? നൽകപ്പെട്ടിരിക്കുന്നത്. അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ വാക്യങ്ങളാണ് ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ തൗഹീദി ദഅവത്ത് ആരംഭിച്ചു. അദ്ദേഹത്തിന് വലിയ രീതിയിൽ അക്രമം നേരിടേണ്ടി വന്നു, ശത്രുത നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഷെയ്ഖ് മുഹമ്മദ് അൽ മജ്മുഈ റഹിമഹുല്ലക്കെതിരെയും ആളുകൾ എന്ത് ചെയ്തു? ശത്രുത വച്ചു പുലർത്താൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തെ ബസ്രയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദമുണ്ടായി. അങ്ങനെ ഷെയ്ഖ് അവറുകൾ എന്ത് ചെയ്തു? ബസ്രയിൽ നിന്ന് യാത്രയായി ഷാമിലേക്കാണ് പുറപ്പെട്ടത്. പക്ഷേ ജീവിത ചെലവിനുള്ളതായ പ്രയാസങ്ങൾ നേരിടുന്ന കാരണത്താൽ യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെന്നാണ്. അവിടെ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും തിരികെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. നാട്ടിലെത്തുകയും പിതാവിന്റെ അടുക്കൽ വന്നു. പിതാവ് അന്ന് ഉയൈനയിൽ ഖാദിയായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് എന്ത് ചെയ്തു? ഹുറൈമില എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി. അവിടെയാണ് ഖാദിയായിട്ട് നിയമിക്കപ്പെട്ടപ്പോൾ അവിടേക്കാണ് നീങ്ങുന്നത്. ഷെയ്ഖ് അവറുകൾ മടങ്ങിയെത്തുന്നത് ഹുറൈമില എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അവിടെ വന്ന് അധ്യാപനം ആരംഭിച്ചു. ആളുകൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ ദീനി വിഷയങ്ങൾ അധ്യാപനം നടത്തിക്കൊണ്ടിരുന്നു. പ്രധാനമായും ശിർക്കിനെതിരെ, ബിദ്അത്തുകൾക്കെതിരെ അതിശക്തമായി അദ്ദേഹം പ്രബോധനം നടത്തി. ലഘുലേഖകൾ എഴുതാൻ തുടങ്ങി. രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും കത്തുകൾ എഴുതാൻ തുടങ്ങി. ഇങ്ങനെ പല രീതിയിൽ തൗഹീദി പ്രബോധനം ആരംഭിച്ചിടത്തൊക്കെ എന്ത് ചെയ്തു? പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ഇത് ഏത് കാലത്തും ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസമാണ്. എവിടെയാണോ ഒരു നബി അല്ലെങ്കിൽ റസൂൽ അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, അവിടെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിനെ എതിർത്തു കൊണ്ടുവരും. അവിടുത്തെ ഭരണകൂടങ്ങൾ ഉണ്ടാകലുണ്ട്, അതേപോലെ തന്നെ നാട്ടുപ്രമാണികൾ ഉണ്ടാകും, അവിടുത്തെ പൗരോഹിത്യം ഉണ്ടാകും. അവരെന്ത് ചെയ്യുന്നു? പല രീതിയിൽ ശത്രുത വയ്ക്കാൻ തുടങ്ങി. പിതാവ് മരണപ്പെട്ടു ഹിജ്റ 1153. അപ്പോഴത്തേക്കും അദ്ദേഹത്തിനെതിരെയുള്ള ശത്രുത വളരെ വ്യാപകമായി. ശത്രുക്കൾ അത്
വളരെ വ്യാപകമായി പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ വധിക്കാനുള്ള ചില ശ്രമങ്ങൾ എന്ത് ചെയ്തു, നടത്തുകയും ചെയ്തു. അങ്ങനെ ഹുറൈമിലയിൽ നിന്ന് ഷേഖ് അവറുകൾ വീണ്ടും ഉയൈനയിലേക്ക് മടങ്ങി. ഉയൈനയിൽ അദ്ദേഹത്തിന്റെ ജന്മദേശമാണ്. അവിടെ ഉള്ള അമീർ അന്ന് ഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ മുഅമ്മർ റഹിമഹുല്ല അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഷേഖിനെ വലിയ രീതിയിൽ സ്വീകരിച്ചു. അങ്ങനെ അവിടെ തൗഹീദി പ്രബോധനം ആരംഭിച്ചു. ദഅവത്ത് വ്യാപിച്ചു. ദഅവത്ത് വ്യാപിക്കുകയും അന്ന് പറയുന്ന രീതി വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശിർക്കും ഖുറാഫാത്തുകളും ബിദ്അത്തുകളുമെല്ലാം, പ്രത്യേകിച്ച് സാഹിര്യങ്ങൾ വളരെ വ്യാപകമായി നിലയുറപ്പിച്ച നാടുകളായിരുന്നു. അങ്ങനെ ഷേഖ് അവർ വലിയ രീതിയിൽ നല്ല ഹിക്മത്തോടു കൂടിയിട്ടുള്ള ദഅവത്തുകൾ ആരംഭിച്ചു. ഈ അവിടെയുള്ള അമീർ ഉസ്മാൻ ബിൻ മുഹമ്മദ് ഇബ്നു മുഅമ്മർ അദ്ദേഹം അതിന് നല്ല സപ്പോർട്ട് നൽകി. അങ്ങനെ ഇരിക്കെ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അമീറിനോട് പറഞ്ഞു, അവിടെ അന്ന് നിലനിന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഒരു ജാറമാണെന്ത്, സെയ്ദ് ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്നതായ ഒരു ജാറം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് സെയ്ദ് ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം യമാമ യുദ്ധത്തിലാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുണ്ട് ഒരു ജാറവും കുബ്ബയുമെല്ലാം ഉണ്ട്. അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വച്ചുപുറപ്പിക്കാൻ പാടില്ലാത്തതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മരിക്കാൻ കിടക്കുമ്പോൾ വരെയും പറഞ്ഞിട്ടുണ്ട്, ജൂത നസാറാക്കളെ അള്ളാഹു ശപിക്കാൻ ഇടയാക്കിയത് എന്താണ്, ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അമ്പിയാക്കന്മാരുടെ മസാജിദുകൾ, അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അവരെന്ത് ചെയ്തു, ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ശാപത്തിനിരയാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച് പുറപ്പിക്കാൻ പറ്റാത്തതാണത്. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഉപദേശം കൊടുത്തു. ഷേഖ് ഖാരിജി ചിന്താഗതിക്കാരനാണ്, അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തയാളാണ് എന്ന് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എവിടെയും ഒരു അമീറിനെതിരെയും അദ്ദേഹം ചെയ്തിട്ടില്ല, പുറപ്പെട്ടിട്ടില്ല. അവിടെ പോയി അനുമതി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അമീറിന്റെ അടുക്കൽ പോയി അനുമതി ചോദിച്ചു. ഇത് എന്ത് ചെയ്യാണ്, പാടില്ലാത്തതാണ്. അതിന്റെ അപകടങ്ങൾ എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. ഉയർന്നു പൊങ്ങിയിരിക്കുന്ന ഖബറുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിരപ്പാക്കാൻ വേണ്ടിയിട്ട്. ഈ ദൗത്യം താങ്കൾ ഏറ്റെടുക്കണം, അതിന് അനുമതി നൽകണം എന്ന് പറഞ്ഞു. അമീർ അനുമതി കൊടുത്തു. അനുമതി കൊടുത്തപ്പോൾ ഷേഖ് അവറുകൾ പറഞ്ഞു, അതിൽ ഉണ്ടാകാനുണ്ടാകുന്ന ഫിത്നകളും മറ്റും എന്ത് ചെയ്തു, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അങ്ങനെ അവിടുത്തെ അമീർ, ഉയൈനയിലെ അമീർ ഉസ്മാൻ ബിൻ മുഹമ്മദ് ഇബ്നു മുഅമ്മർ റഹിമഹുല്ല 600 സൈന്യത്തെ നിയോഗിക്കുകയും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, അത് ആ കുബ്ബ എന്ത് ചെയ്തു, തകർത്ത് കളയുകയുണ്ടായി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ദീനി നിയമങ്ങൾ പ്രാവർത്തികമാകുന്ന തലത്തിലേക്ക് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ദഅവത്ത് വളരുകയുണ്ടായി. അങ്ങനെ അവിടുത്തെ ഖാദിയായി നിയമിക്കപ്പെട്ടു. ഷെയ്ഖിനെ ഖാദിയായി നിയമിക്കപ്പെട്ട സന്ദർഭത്തിൽ ഒരു സ്ത്രീ വരികയുണ്ടായി. ഒരു സ്ത്രീ വന്നിട്ട് ഷെയ്ഖിനോട് പറഞ്ഞു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, വിവാഹിതയായ ഒരു സ്ത്രീയാണ്, വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കെതിരെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിയമ നടപടി സ്വീകരിക്കണം, എറിഞ്ഞുകൊള്ളലാണ്. സ്ത്രീ, വിവാഹിതയായ സ്ത്രീ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എന്താണ്, എറിഞ്ഞുകൊള്ളലാണ്. ഷേഖ് അവറുകൾ ആവർത്തിച്ച് ചോദിച്ചു, അവരുടെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി. പക്ഷേ കിട്ടിയ ഉത്തരം, പല പരിശോധനകളിൽ ഒരു കുഴപ്പവുമില്ല, സലീമത്തായ ബുദ്ധിയുള്ളയാളാണ്, സുരക്ഷിതമായ ബുദ്ധിയുള്ളയാളാണ്. അപ്പോ എന്ത് ചെയ്തു, ശിക്ഷ നടപ്പിലാക്കി, എറിഞ്ഞു. ഈ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വ്യാപകമായി നടക്കാത്ത കാര്യമാണ്. കാരണം വ്യഭിചരിച്ചതിനെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് ഒരാൾ വന്ന് സമ്മതിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നടക്കാൻ സാധ്യതയുള്ളൂ. ഷേഖ് അവറുകളുടെ മുന്നിൽ എന്ത് ചെയ്തു, ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറയുകയും അത് സ്ഥിരപ്പെടുകയും അങ്ങനെ അവർക്കെതിരെ എന്ത് ചെയ്തു, ശിക്ഷാ നടപടി നടപ്പിലാക്കി. ഇതോടുകൂടിയിട്ട് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ സംബന്ധിച്ചുള്ളതായ സംസാരം അവിടെ മുഴുവൻ എന്ത് ചെയ്തു, വ്യാപിക്കാൻ തുടങ്ങി. അവിടെ കുബ്ബ തകർത്തപ്പോൾ തന്നെ എന്താണ്, വലിയ പ്രശ്നങ്ങൾ ശത്രുക്കളിൽ നിന്നുണ്ടാകും. അതേപോലെ തന്നെ റജ്മ് നടപ്പിലാക്കി, അള്ളാഹുവിന്റെ ശരീഅത്ത് നടപ്പിലാക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ളതായ കോലിളക്കം പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തു, നടത്തി. അപ്പൊ ഈ ഉയൈന എന്ന് പറയുന്ന നാട്ടിലെ അമീറാണ് ഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ മുഅമ്മർ. അദ്ദേഹത്തിന്റെ രാജ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട് അത് എന്താണ്, നിലകൊള്ളുന്നത്
അഹ്സ എന്ന് പറയുന്ന സ്ഥലത്തെ ഭരണാധികാരിയുടെ കീഴിലാണ്. അതിന്റെ കീഴിലുള്ള ചെറിയൊരു നാട്ടുരാജ്യമാണെന്ത്, ഈ ഉയൈനയിലെ അമീർ. ഈ അഹ്സായിലുള്ളതായ ഹാക്കിം സുലൈമാൻ അൽ ഉറൈർ അദ്ദേഹം എന്ത് ചെയ്തു, ഈ വാർത്തകൾ അറിഞ്ഞു. കുബ്ബ പൊളിച്ചതും അതേപോലെ തന്നെ ഹദ് നടപ്പിലാക്കിയതുമെല്ലാം അറിയുകയും അവിടേക്ക് കത്തയച്ചു. ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം, വകവരുത്തണം, അദ്ദേഹത്തെ കുന്നുകളയണം. അതല്ലെങ്കിൽ വാർഷികമായി അദ്ദേഹം നൽകുന്ന ചില ഉപഹാരങ്ങളുണ്ട്, സമ്മാനങ്ങളുണ്ട്, സ്വർണവും വെള്ളിയും അടങ്ങുന്ന ധാരാളം സമ്പത്ത്. ഇതെന്ത് ചെയ്യും, ഞങ്ങൾ നിർത്തലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. ഇത് ഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ മുഅമ്മർ ഭരണാധികാരി ഷേഖിന്റെ അടുക്കൽ വന്ന് കാര്യം പറഞ്ഞു. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, താങ്കളെ വധിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല, താങ്കൾ നാട് വിട്ടു പോകണം എന്ന് ചെയ്തു. ഷേഖിനോട് പറഞ്ഞു. ഷേഖ് അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിലേക്ക് ആണ് ക്ഷണിക്കുന്നത്, തൗഹീദാണ് ഞാൻ പ്രബോധനം നടത്തുന്നത്. ഞാൻ നടത്തുന്ന ഈ പ്രബോധന ദൗത്യത്തിൽ താങ്കൾ സഹകരിക്കുകയാണ് എങ്കിൽ, ഇതിൽ താങ്കൾ ക്ഷമയവലംബിക്കുകയാണെങ്കിൽ, ഇഹ്സായിലെ അമീറിന് താങ്കൾ അനുസരണ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അള്ളാഹു താങ്കൾക്ക് പല രാജ്യങ്ങളും എന്ത് ചെയ്യും, തുറന്നു തരും. വലിയ സ്വാധീനം അള്ളാഹുവിന്റെ അടിയാളുകളുടെ ഇടയിൽ താങ്കൾക്ക് അള്ളാഹു നൽകും. ആകാശത്ത് നിന്ന് അള്ളാഹു താങ്കൾക്ക് റിസ്ക് ഇറക്കി തരും, വലിയ നേട്ടങ്ങൾ നൽകും എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അമീറിനോട് യുദ്ധം ചെയ്യാൻ, അവരുമായി ഏറ്റുമുട്ടാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഷേഖ് അവറുകൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ പ്രഭാതത്തിൽ നടന്നു. രാവിലെ തന്നെ കാൽനടയായി കൊണ്ടാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കല് സാമ്പത്തികമായി ഒന്നുമില്ല, കൂടെ ആരുമില്ല എന്നാണ് പറയുന്നത്. നടന്ന് വൈകുന്നേരം എത്തിയപ്പോൾ ദറയ്യയിൽ അദ്ദേഹം എത്തി. ദറയ്യയിൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹം ഈ വഴിയാത്രയിൽ അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ചില ചരിത്രങ്ങളിൽ കാണാം. വഴിയാത്രയിൽ ഉടനീളം അദ്ദേഹം നിരന്തരം പാരായണം ചെയ്ത ആയത്താണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ആരാണോ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിക്കുന്നത്, അള്ളാഹു അവർക്ക് പോംവഴി കാണിച്ചു കൊടുക്കും, നിനക്കാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു റിസ്ക് നൽകും എന്നുള്ള ആയത്ത് നിരന്തരം അദ്ദേഹം ആവർത്തിച്ച് പാരായണം ചെയ്തെന്നാണ്. അങ്ങനെ വൈകുന്നേരം ദറായിയിലെത്തി. അവിടെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ മുഹമ്മദ് ബിൻ സുവൈലിം അൽ ഉറൈനി അദ്ദേഹത്തിന്റെ അടുക്കലാണ് എന്ത് ചെയ്തത്, ഇറങ്ങിയത്. ദറായിയിലെ അന്നത്തെ അമീറാണ് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ പത്നി, അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ പല ആളുകളും ഷേഖിന്റെ ദാവത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞിരുന്നു. തൗഹീദിന്റെ പ്രചരണത്തിൽ അദ്ദേഹം ആകർഷനാവുകയും അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ അവർ അദ്ദേഹത്തിന്റെ വരവറിയുകയും അങ്ങനെ ഈ മുഹമ്മദ് ബിൻ സുവൈലിം അൽ ഉറൈനി റഹിമഹുല്ലയുടെ വീട്ടിലേക്ക് എന്ത് ചെയ്തു, അവിടുത്തെ അമീർ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ല കടന്നു വന്നു. ഇത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. തൗഹീദി പ്രചരണ രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മാറ്റങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചത് ഇവരുടെ ഇടയാക്കിക്കൊണ്ടാണ്, ഇവരുടെ കാരണത്തിലൂടെയാണ് അള്ളാഹു എന്ത് ചെയ്തത്, വ്യാപിപ്പിച്ചത്. അവിടെ പരസ്പരം എന്ത് ചെയ്തു, ബൈഅത്ത് ചെയ്തു. തൗഹീദി ദഅവത്തിന് എല്ലാവിധ പിന്തുണയും എന്ത് ചെയ്തു, ഈ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ല വാഗ്ദാനം നൽകി. അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലയുടെ നേതൃത്വത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ത് ചെയ്തു, ബൈഅത്ത് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. പിന്നീട് ഈ പറയുന്ന ദറയ്യ വിശാലമായി. ആദ്യം നജിദ് അടക്കം, പിന്നീട് വലിയ ഭൂപ്രദേശങ്ങൾ അവരുടെ കീഴിലേക്ക് എന്ത് ചെയ്തു, വരികയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വസ്ഥതയും സമാധാനവുമുള്ള അന്തരീക്ഷം അള്ളാഹു അവർക്ക് നൽകി. വലിയ രീതിയിലുള്ള വിജയവും അതേപോലെ തന്നെ സഹായവും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് തൗഹീദി പ്രബോധനം ശക്തമാക്കിയപ്പോൾ അതിനെ സഹായിച്ചപ്പോൾ എന്ത് ചെയ്തു, ഇരുകൂട്ടർക്കും നൽകി. ഷേഖ് അവർകൾക്കും അതേപോലെ തന്നെ അവിടുത്തെ ഭരണാധികാരിക്കും നൽകി. അതിനുശേഷം നമുക്കറിയാം ചരിത്രങ്ങൾ, ഈ ദഅവത്തിന്റെ മേഖല വളരെ വ്യാപിച്ചു. ലോകമെമ്പാടും അത് വളർന്നു പന്തലിച്ചു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വിവിധ ഭാഷകളിലേക്ക് തർജുമ ചെയ്യപ്പെട്ടു. ഇന്ത്യയിലടക്കം പല നാടുകളിലേക്കും അക്കാലത്ത് തന്നെ എന്ത് ചെയ്തു,
അത് വ്യാപിച്ചു. പല നാടുകളിൽ എന്ത് ചെയ്തു? തൗഹീദി ദഅവത്ത് വ്യാപിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇതാണ് അതിന്റെ തുടക്കം. ഇനി നമ്മൾ ഏതൊരു ഗ്രന്ഥവും വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്നത് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. ഇതിനെ ധാരാളം ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശറഹ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാണ്. വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാകുമ്പോൾ അതിന്റെ ശറഹുകൾ എന്ത് ചെയ്യും? ധാരാളം ഉണ്ടാകും. അതിന് അത്രയധികം ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാരണത്താലാണ്. ധാരാളം ഉലമാക്കൾ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന, പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണിത്. ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉചിതമായ നല്ല ഗ്രന്ഥമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് നൽകി. ഉലമാക്കൾ ഇത് ഹിഫ്ള് ചെയ്യാൻ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രേരിപ്പിക്കലുണ്ട്. ഇതിന്റെ ക്രോഡീകരണം, അധ്യായങ്ങളുടെ തർത്തീബ്, ഇതെല്ലാം വളരെ സുന്ദരമായ നിലയിലാണ് ഷെയ്ഖ് നിർവഹിച്ചിരിക്കുന്നത്. അതേപോലെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അതിശക്തമായ തെളിവുകൾ ശിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകൾക്കെതിരിൽ മുസന്നിഫ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ലളിതമായ ലഘുവായ പ്രയോഗങ്ങളാണ്, ഇബാറാത്തുകളാണ്, ഉദ്ധരണികളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് വായനക്കാരെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ ഇതിന്റെ വിവരണത്തിൽ ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ലായുടെ ഷറഹിനെ അവലംബിച്ചുകൊണ്ട് ഹൈസം ബിൻ മുഹമ്മദ് സർഹാൻ ഹഫിളഹുല്ലാ ഇതിന് നൽകിയിരിക്കുന്ന ചെറിയൊരു ഷറഹ്, ഞാൻ ഷറഹ് പൂർണ്ണമായി വായിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ ഈ ഗ്രന്ഥത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഷെയ്ഖ് അവറുകൾ ഇതിനെ 10 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേർതിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ ഉലമാക്കൾ പറയും അതിന്റെ തുടക്കത്തിലുള്ള, അത് രചിച്ചിരിക്കുന്നയാള് അതിൽ നൽകിയിരിക്കുന്ന ആമുഖം വായിക്കണം, എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അതിന്റെ വിഷയസൂചിക ഉണ്ടാവും, അതും ഒന്ന് വായിച്ചിരിക്കണം, എന്താണ് അതിന്റെ ആകത്തുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് ഷെയ്ഖ് ഹൈസം സർഹാൻ ഹഫിളഹുല്ലാ ഇതിനെ 10 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഇതില് ആകെ അധ്യായങ്ങൾ 67ഓളം അധ്യായങ്ങളാണ് മുസന്നിഫ് റഹിമഹുല്ല ഇതിൽ കൊണ്ടുവരുന്നത്. അതിൽ ആദ്യത്തെ 5 അധ്യായങ്ങൾ ഇതിന്റെ ഒരു മുഖദ്ദിമ എന്നോണം, ആമുഖം എന്നോണം പറയുന്ന കാര്യങ്ങളാണ്. അതായത് തൗഹീദ് അനിവാര്യമായും സ്വീകരിക്കുന്ന അതിന്റെ അനിവാര്യതയെ സംബന്ധിച്ച്, അതേപോലെ തന്നെ അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച്, അത് യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിനെ സംബന്ധിച്ച്, അതേപോലെ ശിർക്കിനെ പേടിക്കുന്നതിനെ കുറിച്ച്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ 5 അധ്യായങ്ങൾ ഇതിന്റെ ആമുഖം എന്നോണം കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഒരു 9 അധ്യായങ്ങൾ എന്താണ് തൗഹീദ് എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അധ്യായങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിവരണം, അതേപോലെ തന്നെ അതിനെ വിശദീകരിച്ചു കൊണ്ടുള്ളതായ ചില കാര്യങ്ങൾ, മറ്റേ ഏലസ് ഇതുപോലുള്ള നൂലുകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കൊണ്ടുവരുന്ന കാര്യം തൗഹീദിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ശിർക്കുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തികൾ, മന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കല്ല്, വൃക്ഷങ്ങൾ, അതിനെ ബറക്കത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അള്ളാഹു അല്ലാത്തവർക്ക് ഉള്ള നേർച്ചകൾ, അറവുകൾ, ഇതുപോലുള്ള ഇസ്തിആദകൾ, ഇസ്തിഗാസകൾ, അങ്ങനെ ഒരു 9 അധ്യായം. അതിനുശേഷം മൂന്നാമതായി 4 അധ്യായങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് അർപ്പിക്കുന്നതിന്റെ നിരർത്ഥകതയെ സംബന്ധിച്ച്, അത് എത്ര അർത്ഥശൂന്യമാണ് എന്നതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 അധ്യായങ്ങൾ. അതിനുശേഷം ഒരു 4 അധ്യായങ്ങൾ മനുഷ്യരിൽ കുഫറും ശിർക്കും കടന്നു വരാനുള്ളതായ കാരണം, അതിനെ സംബന്ധിച്ച് പറയുന്ന 4 അധ്യായങ്ങളാണ്. പിന്നീട് 5-മതായിട്ട് ശിർക്ക് എന്തെങ്കിലും മുസ്ലിമീങ്ങളിൽ സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ചില ആളുകളുടെ തശ്വീഷുകളുണ്ട്, അവര് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ. മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ശിർക്കും കുഫറും ഒന്നും ഉണ്ടാവുകയില്ല. അതിന് മറുപടി നൽകുന്ന ഒരധ്യായം,
അതാണ് അഞ്ചാമതായിട്ടുള്ളത്. ഈ ഉമ്മത്തിൽ എന്ത് ചെയ്യും? ശിർക്ക് സംഭവിക്കും എന്നതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആറാമത്തെ കാര്യം ഷൈത്വാന്റെ ചില അമലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ 7 അധ്യായങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സിഹർ, അതിന്റെ ഇനങ്ങൾ, അതേപോലെ മാരണം, മറ്റേ മന്ത്രവാദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പക്ഷിനോട്ടം, മറ്റേ ഗോളവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച്. പിന്നീട് ഹൃദയവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് 9 അധ്യായങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശിർക്കും മറ്റുമെല്ലാം സംഭവിക്കുന്ന ഹൃദയവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തികളെ സംബന്ധിച്ച്. പിന്നീട് അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൗഹീദുമായി ബന്ധപ്പെട്ട് ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് 8ാമത്തെ ഭാഗം. 9ാമത്തെ ഭാഗം വാക്കുകളിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, വാക്കുകൾ കൊണ്ട് ചില ഷിർക്കിലും അതുപോലെ തന്നെ കുഫറിലും അകപ്പെട്ടു പോകാവുന്ന ചില കാര്യങ്ങൾ. അതിന് 29 അധ്യായങ്ങളിലായിട്ടാണ് മുസന്നിഫ് അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അവസാനം ഒരു അധ്യായം എന്ത് ചെയ്തിരിക്കുന്നു? ഇതിന്റെ ഒടുക്കം എന്നുള്ള നിലയിൽ ഒരധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അള്ളാഹുവിന് മനുഷ്യർ കൊടുക്കുന്ന സ്ഥാനത്തെ സംബന്ധിച്ചുള്ള അധ്യായമാണ്. ഇതാണ് മൊത്തത്തിൽ ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസ് മുതൽ നമുക്ക് ഗ്രന്ഥത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. നല്ല രീതിയിൽ ഇത് പഠിക്കാനും അത് അവതരിപ്പിക്കാനും അത് കേൾക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇത് പരിപൂർണമായി വായിച്ച് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.